2 ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം വൈറലാണ്. അങ്ങനെ ഒരു സംഭവം നടന്നോ? പിന്നെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ തൃപ്രയാർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഒരു 1-2 ഓൺലൈൻ ചാനലുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം ഇന്തോ പാക് പോറിനെ പറ്റി സംസാരിച്ചു. ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ആയിരുന്നു അത്. ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ, എന്നോടൊന്നും വിളിക്കണ്ട. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം, അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നമ്മളിപ്പോ കുറച്ച് ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ല നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ഇവിടെ 10 പേരെ കൊന്ന്, അവിടെ 10 പേരെ കൊന്ന്, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈമറി പോലെ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. അല്ലേ, ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. ഇവിടെ ഒരു 10 പേരെ കൊന്നു, അവിടെ ഒരു 10 പേരെ കൊന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, അവിടെ 10 പേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേ എന്ന്. അതെ, ടെററിസ്റ്റിനെയാണ്. പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നീ ഇതിൽ ഇടപെടരുത്, അതെനിക്കുള്ളതാ. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളോട് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. 2, ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന്, ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. ആർക്കറിയാം അവന്റെ കാര്യം. 3-മത്തത്, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവരെ കാണുമ്പോൾ മുഖം തിരിച്ചടക്കണോ, അല്ലെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊല്ലണോ? ഓവർ ആക്ടിങ് വേണ്ട. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി എന്താ പറയുക, യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഒരു പ്രതിപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ഇല്ലത്തൂന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ പോലായല്ലോ.